ഞാൻ എടുത്തി ആ അവള് നിന്നെ ഇഷ്ടപ്പെടുന്നു പറഞ്ഞപ്പോ തന്നെ നീ ആരാ എന്താന്ന് ആലോചിക്കാതെ തന്നെ ഞാൻ സമ്മതിച്ചു. അവളുടെ ഏട്ടനോട് നിങ്ങളുടെ കാര്യം പറയാൻ നിന്നതാ. പക്ഷേ എപ്പോ അവൾക്ക് നിന്നെ ഇഷ്ടമല്ലാതായോ പിന്നെ നീ നല്ലവനാണോ മോശമാണോ എന്ന് അറിയേണ്ട കാര്യമില്ലല്ലോ. ദയവായി ഒന്നും തെറ്റായിട്ട് കാണരുത്. ചേട്ടനത്തിന്റെ സമയമായി വരുന്നു. വരട്ടെ. ഒരു മിനിറ്റ്, ഇപ്പൊ നീ എന്താ പറഞ്ഞേ? വരട്ടെ എന്ന്. വരണ്ട പ്ലീസ്. ചുമ്മാരി ഏതാ? ആ നീ ഈ പ്രായത്തിൽ തന്നെ പെൺകുട്ടികളെ ഫ്രണ്ട്സ് ആക്കിക്കോ. കോളേജിൽ പോകുമ്പോ ഉപകാരപ്പെടും കേട്ടോ. ഗണേഷ് വന്നേ. ഇല്ല, ബൈക്കിലേ വരുന്നുള്ളൂ. ഏയ് എന്റെ നല്ല അടി കിട്ടും. വാ. ഏയ് അയ്യോ, എന്റെ ബാഗ്. വിഷമിക്കാതിരിക്കുക അങ്കിൾ. എനിക്കറിയാം നിങ്ങൾ നല്ലവനാന്ന്. പക്ഷേ ആന്റിക്ക് അറിയില്ലല്ലോ. ഈ പ്രായത്തിൽ എത്ര നല്ല വാക്കുകളാ. ഇവൻ മോശമാ, ഇവന്റെ കൂടെ ചേരരുത്. ഈ പ്രായത്തിലും വായിലെന്ന് വരുന്ന കേട്ടില്ലേ ഉപ്പ് ചാക്ക്. അവളോട് പോകാൻ പറ. ഇവളല്ലെങ്കിൽ വേറൊരാള്. ഓ, അപ്പൊ അവളെ തന്നെ വേണോ? ശുഭ, ഞാൻ നാട് വിട്ടു പോവാണ്. പക്ഷെ അതിനൊപ്പം നിന്നോട് സംസാരിക്കാനാ ഇത് റെക്കോർഡ് ചെയ്തു. ഞാനിതൊക്കെ എന്തിനാ ചെയ്തതെന്നൊന്ന് കേൾക്കാം പ്ലീസ്. അദ്ദേഹം എൻ്റെ ഗോഡ് ഫാദർ, എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്, സൂപ്പർമാൻ, ഫിലോസഫർ, ഗൈഡ്, എല്ലാം. ഹായ് സത്യ. അച്ഛാ, don't insult me like this. My father is an efficient and busy businessman. He might have forgotten. ഇന്നലെ രാവിലെ കൂടി നിന്റെ പപ്പയോട് പറഞ്ഞതാണല്ലോ. അവരെന്താ അടയ്ക്കാത്തേന്ന് നീ തന്നെ ചോദിക്കേ. അന്ന് ആ ടീച്ചർ പറഞ്ഞ ശേഷമാണ് ഞാൻ അറിഞ്ഞത് എൻ്റെ അച്ഛൻ എന്നോട് ഒരുപാട് കാര്യങ്ങൾ മറച്ചു വെച്ചു എന്ന്. അതിനുശേഷം ഞാൻ അദ്ദേഹത്തെ ഫോളോ ചെയ്യാൻ തുടങ്ങി. അച്ഛൻ സ്വന്തം കാറിന് എന്തിനാ വാടക കൊടുക്കുന്നത് എനിക്ക് മനസ്സിലായില്ല. എന്നും ബിസിനസ്സിനായി അച്ഛൻ ഓഫീസിൽ പോകുന്നുവെന്നാണ് ഞാൻ കരുതിയത്. പക്ഷേ അല്ല, ലക്ഷങ്ങളുണ്ടാക്കുന്ന അച്ഛൻ എന്തിന് 100-നും 200-നും അലഞ്ഞതെന്ന് എനിക്ക് മനസ്സിലായില്ല. AC റൂമിൽ ജോലി ചെയ്തിരുന്ന അച്ഛൻ എന്തിനാ ആ അടുപ്പിൻ ചുവട്ടിൽ വെന്തുരുകുന്നു എന്നെനിക്ക് മനസ്സിലായില്ല. ഒരു കാലത്ത് പോലീസും വക്കീലും അച്ഛന് സല്യൂട്ട് അടിക്കുമായിരുന്നു. പക്ഷേ അച്ഛൻ അവരുടെ പണിക്കാരനായത് എന്തിനെന്ന് എനിക്ക് മനസ്സിലായില്ല. എനിക്ക് നല്ല ഭക്ഷണം തന്നിരുന്ന അച്ഛൻ എന്തിന് തൻ്റെ വിശപ്പ് സഹിച്ച് കഷ്ടപ്പെടുന്നുവെന്ന് എനിക്ക് മനസ്സിലായില്ല. ഞങ്ങളുടെ സ്വന്തം വീട്ടിൽ നിന്ന് ഞങ്ങളെ ഒഴിപ്പിക്കുന്നവരെ ആട്ടിയിറക്കാതെ എന്തിന് അവരുടെ കാലിൽ വീണ് യാചിച്ചുവെന്ന് എനിക്ക് മനസ്സിലായില്ല. ഈ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കാൻ ഒരു ദിവസം ഞാൻ തീരുമാനിച്ചു. എന്തിനാ അച്ഛൻ ഇങ്ങനത്തെ ജോലികളൊക്കെ ചെയ്യുന്നേ? അച്ഛന്റെ ബിസിനസ്സിന് എന്താ പറ്റിയേ? എന്റെ ഫ്രണ്ട്സ് എല്ലാം എന്നെ ബിസിനസ്സിൽ വഞ്ചിച്ചു മോനെ. ബിസിനസ്സിനേക്കാളും എനിക്ക് നിന്നോടായിരുന്നു ഇഷ്ടം കൂടുതലും. അതുകൊണ്ടാണ് വഞ്ചിക്കപ്പെട്ടത്. പക്ഷെ ഇതൊക്കെ അറിഞ്ഞാൽ നിനക്കത് വിഷമാവുമെന്ന് കരുതി ഞാൻ വിറ്റ വീടിനും കാറിന് ഞാൻ ഇന്നും വാടക കൊടുക്കുന്നു. ഇതൊന്നും എന്നോട് പറയാതിരുന്ന എന്താ? നിന്റെ 5 വയസ്സിൽ അമ്മ മരിച്ചപ്പോൾ നീ എന്തുമാത്രം കരഞ്ഞു. അതിപ്പോഴും എനിക്ക് മറക്കാൻ കഴിഞ്ഞിട്ടില്ല. നീ വീണ്ടും കരഞ്ഞാ എനിക്കത് സഹിക്കാൻ പറ്റില്ല. നീ എപ്പോഴും സന്തോഷവാനായിരിക്കണം മോനെ. ഒരുപാട് വലിയവനാവണം. അതിന് വേണ്ടത് പണമാണ്, പണം മാത്രം. നിന്നെ ഞാൻ കാണുന്ന സ്വപ്നങ്ങളിലെല്ലാം നീ ഒരുപാട് ഉയരങ്ങളിൽ എത്തിയതുപോലെയാണ്. അത് തന്നെയാണ് എന്റെ ആഗ്രഹം. എന്ത് സ്വപ്നം അച്ഛാ? പറയാം മോനെ.
എന്നും ഒരേ സ്വപ്നം. ലോകത്തിലെ മഹാന്മാരെല്ലാം ഉള്ളൊരു രാജ്യത്ത് വലിയൊരു ബംഗ്ലാവ്, കൊട്ടാരം പോലത്തെ. അവിടെ നീ എങ്ങനെയാ വരുന്നതെന്നറിയോ? ഒരു കോസ്റ്റ്ലി കാറിൽ. സെർവൻസ് ഓടി വന്ന് വാതിൽ തുറക്കുന്നു. ആ സ്യൂട്ട്, ആ കൂളിംഗ് ഗ്ലാസ്, ആ സ്റ്റൈലും, അമ്പമ്പമ്പമ്പോ. പിന്നെ ഒരു വലിയ ഡൈനിങ് ഹാള്. അവിടെ നിന്നെ ഭക്ഷണം കഴിപ്പിക്കാനും പരിചരിക്കാനും ഒക്കെ ആയിട്ട് ഒരുപാട് സെർവൻസും മറ്റും ഉണ്ടാവും. ഒത്തിരി പേരോ? ആ, അച്ഛനപ്പോ അവിടെ എന്ത് ചെയ്യും? ഞാനവിടെ ഇല്ല. ഞാനവിടെ എന്തിനാ? വേണ്ടച്ചാ, അച്ഛനില്ലാതെ എനിക്ക് ഒന്നും തന്നെ വേണ്ട. സ്വപ്നത്തിലും വേണം എനിക്ക് അച്ഛൻ. അച്ഛാ, ഇനി മുതൽ ഞാൻ എന്ത് പറയുന്നു അതുപോലെ അച്ഛൻ ചെയ്യണം. എന്താ ചെയ്യേണ്ടത് പറയേ? സത്യമായിട്ട് നീ പറയുന്നത് ചെയ്യാം. എന്താ ചെയ്യേണ്ടത്? അച്ഛാ, എനിക്കിനി മുതൽ ഈ വലിയ വീട് വേണ്ട, കാർ വേണ്ട, സ്കൂൾ വേണ്ട, ട്യൂഷനും വേണ്ട. ഒരു മെക്കാനിക് എങ്ങനെ ജീവിക്കുന്നു, എവിടെ ജീവിക്കുന്നു, അങ്ങനെ തന്നെ മതി എനിക്കും. നമുക്ക് ഈ ചെറിയ വീട് മതി അച്ഛാ. എന്തെന്നാൽ എനിക്ക് അച്ഛനെ വേണം. അച്ഛൻ ഒന്നും കൊണ്ടും വിഷമിക്കണ്ട. ഞാൻ എങ്ങനെയെങ്കിലും കഷ്ടപ്പെട്ട് വലിയൊരാളായി മാറും അച്ഛന് വേണ്ടി. അച്ഛൻ എന്നും എന്റെ കൂടെ ഉണ്ടായാൽ മതി. അച്ഛന്റെ സ്വപ്നങ്ങൾ ഞാൻ നടത്തി തരും. എനിക്കിനി അങ്ങനെ നടന്നാ മതി മോനെ. എന്നും ഞാൻ മരിച്ചു പോയാലും എന്റെ ആത്മാവിന് നിത്യശാന്തി കിട്ടും. വാ, ബിരിയാണി കഴിക്കേ. അച്ഛാ, ഇനി മുതൽ എനിക്ക് ബിരിയാണിയും വേണ്ട. എന്താ മോനെ, എനിക്കിതുപോലും വാങ്ങിത്തരാൻ കഴിയില്ലെന്നുണ്ടോ? ശരി, അച്ഛനും ബാധി, എനിക്കും ബാധി. അച്ഛാ, എന്തിനാ അച്ഛൻ നമ്മുടെ ദേവരാജ് അങ്കിളിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്? ഇത്രയും കാലം പിടികൊടുത്തില്ല, ഇപ്പോഴാ പിടിക്കപ്പെട്ടത്. ദേവരാജ് അങ്കിൾ കള്ളനായിരുന്നോ? ഇപ്പൊ നല്ലവരും കള്ളന്മാരും എന്നൊന്നും ഇല്ല മോനെ. പിടിക്കപ്പെട്ടവർ, പിടിക്കപ്പെടാത്തവർ, അത്ര തന്നെ. ഇന്ന് ഈ ലോകത്ത് ഒത്തിരി ആൾക്കാർ തെറ്റുകൾ ചെയ്യുന്നുണ്ട്. പക്ഷെ പിടിക്കപ്പെടുന്ന നാൾ വരെ അവരും നല്ലവരാണ്. ഇപ്പൊ തന്നെ മോനൊന്ന് നോക്കിയേ. ഇന്നലെ വരെ അച്ഛനും നല്ലവനായിരുന്നില്ലേ? അച്ഛൻ എപ്പോഴും നല്ലവനാ. എന്താണ് ചെയ്തേ? അയ്യോ, എടാ, എണീക്കടാ, എണീക്കടാ. നീയൊക്കെ പ്രഭു